This is 24. इस बिल को पास करने में मदद की है। आप खड़े होकर देश की संसद का सम्मान कीजिए। നമസ്കാരം. ന്യൂസ് ട്രാക്ക് 170 സ്വാഗതം. ഇന്നിപ്പോൾ അനുജ പ്രതിരോധവുമായി പ്രധാനമന്ത്രി ഇറങ്ങിയിരിക്കുന്നു എന്നതാണ് പ്രധാന വാർത്ത. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രക്ഷോഭങ്ങളും പ്രതിരോധവും ഒക്കെ നടക്കുന്നുണ്ട്, മരണവും ഒക്കെ നടക്കുന്നുണ്ട്. അതിനെ എതിർക്കാൻ ഇന്നിപ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി തന്നെ മറുപടിയുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇത് അദ്ദേഹം മുമ്പ് നടപ്പാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഈ സർക്കാരിന്റെ കാലത്ത് മുമ്പ് നടപ്പാക്കിയിട്ടുള്ള ബില്ലുകളും പദ്ധതികളും ഒക്കെ എടുത്തു പറഞ്ഞാണ് ഇതിനെ പ്രതിരോധിക്കാൻ. ഇതിലൊന്നും ജാതി ഉണ്ടായിരുന്നില്ല, ജാതി നോക്കിയല്ല ഇത്തരം വികസന പ്രവർത്തനങ്ങൾ താൻ നടത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. തീർച്ചയായും. എന്തായാലും അതിന് വിമർശനവുമായി മുഖ്യമന്ത്രി അടക്കമുള്ളവർ രംഗത്തെത്തിയിട്ടുമുണ്ട്. നമുക്ക് അതിന്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. लोकसभा राज्यसभा ने सभी सांसदों ने इस बिल को पास करने में मदद की है। आप खड़े होकर देश की संसद का सम्मान कीजिए. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധങ്ങളിൽ പ്രതിരോധവുമായി പ്രധാനമന്ത്രി. നിയമം പക്ഷപാതപരമെന്ന് തെളിയിക്കാൻ വെല്ലുവിളി. നിയമത്തിനെതിരെ പ്രതിപക്ഷവും അർബൻ നക്സലുകളും നടത്തുന്നത് നുണപ്രചാരണം. कानून के जो जानकार है उनसे जरा बात तो कर लो, बंद कमरे में कर लो, ताकि ऐसी बेइज्जती ना हो आपकी. जरा अपने एडवोकेट जनरल से पूछो कि क्या ऐसा किया जा सकता है क्या. നിയമം നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ലെന്നും നരേന്ദ്രമോദി. മതം എങ്ങനെ പൗരത്വത്തിന് അയോഗ്യതയാകുമെന്ന് പ്രധാനമന്ത്രി പറയണമെന്ന് മുഖ്യമന്ത്രി. പൗരത്വ നിയമ ഭേദഗതിയിൽ NDAയ്ക്കുള്ളിൽ ഭിന്നത, NRC ഒഴിവാക്കണമെന്ന് JDU. മുസ്ലിങ്ങളെയും നിയമപരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ശിരോമണി അകാലിദൾ. എതിർപ്പ് പ്രകടമാക്കി LJPയും. പ്രക്ഷോഭങ്ങളിൽ ഉത്തർപ്രദേശിൽ മാത്രം 18 മരണം. പ്രതിഷേധക്കാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി UP സർക്കാർ. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഗവർണർക്കെതിരെ കോൺഗ്രസ്. ഗവർണർ കേന്ദ്ര സർക്കാരിന്റെ PROയെ പോലെ പെരുമാറുന്നുവെന്ന് VM സുധീരൻ. നിയമത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരം. കുടിയേറ്റക്കാരായ മുസ്ലിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് ആലോചിക്കാമെന്ന് കേന്ദ്രമന്ത്രി V മുരളീധരൻ. സംയുക്ത സമര വിഷയത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ ആഞ്ഞടിച്ച് VD സതീശൻ. ഒരുമിച്ച് നിൽക്കേണ്ടി വന്നാൽ ഇനിയും ഒന്നിക്കും. എല്ലാ നേതാക്കളും അറിഞ്ഞെടുത്ത തീരുമാനം പരസ്യമായി തള്ളിപ്പറയുന്നത് ശരിയല്ലെന്നും സതീശൻ. മുല്ലപ്പള്ളിയുടെ നിലപാട് സങ്കുചിതമെന്ന് CPIM. പോണ്ടിച്ചേരി സർവകലാശാലയിൽ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിക്കാൻ വിദ്യാർത്ഥികളുടെ ആഹ്വാനം. നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾക്ക് മദ്രാസ് IITയിൽ വിലക്ക്. ക്യാമ്പസിൽ പ്രതിഷേധിച്ചാൽ നടപടിയെടുക്കുമെന്ന് ഡീനിന്റെ താക്കീത്. കാൺപൂർ IITയിൽ അച്ചടക്ക സമിതി രൂപീകരിച്ചു. മാർക്ക്ദാന വിവാദത്തിൽ വൈസ് ചാൻസലർമാരിൽ നിന്ന് ഗവർണർ വിശദീകരണം തേടും. നടപടി സർട്ടിഫിക്കറ്റ് റദ്ദാക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ പരാതിയിൽ. ഹിയറിംഗ് ജനുവരി 1. പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും. കട്ടക്കിൽ വെടിക്കെട്ടുമായി വെസ്റ്റ് ഇൻഡീസ്. മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 316 റൺസ് വിജയലക്ഷ്യം. നിക്കോളാസ് പൂരാനും കീരൺ പൊളാർഡിനും അർദ്ധ സെഞ്ചുറി. തിരിച്ചടിച്ച് ഇന്ത്യ. പ്രധാനമന്ത്രിയുടെ പ്രതിരോധത്തിലേക്ക് തന്നെ നമുക്ക് ആദ്യം കിടക്കാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് തന്നെയാണല്ലോ. രാജ്യത്തിന്റെ നല്ല ഭാവിക്കായാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്ത MP-മാർക്ക് പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. നിയമ ഭേദഗതിക്കെതിരെ തെറ്റായ പ്രചാരണമാണ് നടക്കുന്നത്. മതത്തിനു വേണ്ടിയല്ല, രാജ്യത്തിനു വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത്. ദളിതർക്കും പീഡിതർക്കും അവഗണിക്കപ്പെട്ടവർക്കും വേണ്ടിയാണ് നിയമം കൊണ്ടുവന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടക്കുന്നു. നിയമത്തെ വിമർശിക്കുന്നവർക്ക് നിക്ഷിപ്ത താല്പര്യമുണ്ട്. നിയമ ഭേദഗതി ഏകപക്ഷീയമെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. लोकसभा और राज्यसभा ने आपके उज्जवल भविष्य के लिए, दलित पीड़ित शोषितों के भविष्य के लिए
लोकसभा राज्यसभा ने सभी सांसदों ने इस बिल को पास करने में मदद की है। आप खड़े होकर देश की संसद का सम्मान कीजिए, देश की पार्लियामेंट का सम्मान कीजिए, देश की लोकसभा का सम्मान कीजिए, देश की राज्यसभा का सम्मान कीजिए, देश की जनता ने चुने हुए हमारे सांसदों का सम्मान कीजिए, पूरी ताकत से सम्मान कीजिए दोस्तों। പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അക്രമത്തിനെതിരെ പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കി. പൊതുമുതൽ നശിപ്പിച്ചും നാശനഷ്ടങ്ങൾ വരുത്തിയുമുള്ള പ്രതിഷേധങ്ങൾ അപകടകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻപത്തെക്കാളും സീറ്റുകൾ നേടിയാണ് തന്റെ സർക്കാർ അധികാരത്തിലെത്തിയത് എന്നത് ആരും മറക്കരുത്. തന്റെ കോലം വേണമെങ്കിൽ കത്തിച്ചോളൂ, സാധാരണക്കാരുടെ ഓട്ടോറിക്ഷകൾ കത്തിക്കരുതെന്നും ബസ്സുകളും ചെറിയ കടകളും നശിപ്പിക്കരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുഖം മറച്ച് പോലീസുകാരെ ആക്രമിക്കരുത്, സർക്കാർ മാറുമ്പോൾ പോലീസുകാർ മാറുന്നില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നുവെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. अरे मोदी का पुतला लगा करके आते जाते जितने जूते मारने हैं मारो, मोदी का पुतला जलाना है जलाओ, लेकिन देश की संपत्ति मत जलाओ, गरीब का ऑटो रिक्शा मत जलाओ, गरीब की झोपड़ी मत जलाओ। സംസ്ഥാനങ്ങൾക്ക് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമം നടപ്പാക്കാതിരുന്നാൽ അത് മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ലംഘനമായി കണക്കാക്കേണ്ടി വരും. നിയമം നടപ്പാക്കാതിരിക്കാൻ മുഖ്യമന്ത്രിമാർ നിയമോപദേശം തേടണം. പ്രതിപക്ഷം ഇന്ത്യയെ ലോകരാജ്യങ്ങൾക്കിടയിൽ നാണം കെടുത്തുകയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. कुछ लोग कह रहे हैं कि हम अपने राज्य में सिटीजनशिप अमेंडमेंट लागू नहीं करेंगे। अरे आप मुख्यमंत्री हो, आप चुने हुए लोग हो, भारत के संविधान को सामने रख करके शपथ लिया है। अरे तिरंगे झंडे के नीचे खड़े रहते हो, पंजाब सिंध गुजरात मराठा राष्ट्रगान करते हो और ऐसे बयान देते हो। अरे पहले कम से कम अपने राज्य के कानून के जो जानकार है उनसे जरा बात तो कर लो, बंद कमरे में कर लो, ताकि ऐसी बेइज्जती ना हो आपकी। जरा अपने एडवोकेट जनरल से पूछो कि क्या ऐसा किया जा सकता है क्या, क्यों ऐसा करते हो भाई। വിശദാംശങ്ങളുമായി MP പ്രദീപ് കുമാർ ചേരുന്നുണ്ട്. പ്രദീപ്, ഇന്നിപ്പോൾ വികാരഭരിതമായ ഭാഷയിൽ തന്നെയാണ് പതിവ് പോലെ പ്രധാനമന്ത്രി ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്. എന്തെല്ലാമാണ് അദ്ദേഹം പ്രധാനമായും അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? ഹർഷൻ, ഇന്നിപ്പോൾ ഡൽഹി രാംലീല മൈതാനിൽ നടന്ന പ്രസംഗത്തിൻ്റെ ഏകദേശം 1.25 മണിക്കൂറാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത്. ഇതിൽ ഭൂരിഭാഗം സമയവും, അതായത് ഏകദേശം 1 മണിക്കൂർ 25 മിനിറ്റോളം പൗരത്വ നിയമ ഭേദഗതിയും അതുപോലെ NRCയും ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മറുപടി നൽകുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് ഒരു മറുപടി നൽകുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. പ്രധാനമായും പ്രതിപക്ഷത്തെ വലിയ തോതിലാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വിമർശിച്ചത്. കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും അർബൻ നക്സലുകളുമാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഇളക്കിവിടുന്നത്. തനിക്ക് നേരെ എത്ര വേണമെങ്കിലും പ്രതിഷേധം ഉണ്ടായിക്കോളൂ, കോലം കത്തിച്ചോളൂ, അതിലൊന്നും തനിക്ക് എതിർപ്പില്ല. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ ഇങ്ങനെ കത്തിച്ച് കളയരുത്, നശിപ്പിച്ച് കളയരുത്, പാവപ്പെട്ടവരെ ബുദ്ധിമുട്ടിക്കരുത്, അവരുടെ കടകളും അവരുടെ വസ്തുവകകളും ഒന്നും നശിപ്പിച്ച് കളയരുത്. ഇപ്പോൾ അനാവശ്യമായ ഭീതിയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും അർബൻ നക്സലുകളും ചേർന്ന് നടത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. അതായത് വളരെ രാഷ്ട്രീയ പ്രേരിതമാണ് ഈ ഒരു പ്രതിഷേധങ്ങൾ എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി കൃത്യമായ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഈ പറയുന്നതുപോലെ രാജ്യത്താകമാനം നടക്കുന്ന ഈ ഒരു പ്രക്ഷോഭത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ സമരങ്ങളെ അത് പ്രതിപക്ഷത്തിൻ്റെയും അർബൻ നക്സലുകളുടെയും അവരുടെ പ്രവർത്തനങ്ങൾ കാരണം അല്ലെങ്കിൽ അവർ ഇളക്കിവിട്ടത് കൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത് എന്നുള്ള ഒരു സന്ദേശമാണ് അല്ലെങ്കിൽ എന്നുള്ള ഒരു മറുപടിയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. മാത്രമല്ല മുഖ്യമന്ത്രിമാർക്ക്, അതായത് ഈ പൗരത്വ രജിസ്റ്റർ അത് നടപ്പാക്കില്ല, ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുള്ള മുഖ്യമന്ത്രിമാർക്കും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഭരണഘടന മുന്നിൽ വച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്ത ഒരു
മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുക? കുറഞ്ഞ പക്ഷം അവരുടെ അഡ്വക്കേറ്റ് ജനറൽമാരോടെങ്കിലും ചോദിക്കണം. പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമം അത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറയാൻ കഴിയുമോ എന്ന് നിങ്ങളുടെ അഡ്വക്കേറ്റ് ജനറൽമാരോടെങ്കിലും കുറഞ്ഞ പക്ഷം ചോദിക്കണമെന്നൊരു കാര്യമാണ് നരേന്ദ്രമോദി ഇന്നിപ്പോൾ പറഞ്ഞത്. മാത്രമല്ല മറ്റു പല കാര്യങ്ങളും, അതായത് ഈ പൗരത്വ NRCയുമായി ബന്ധപ്പെട്ട്, ദേശീയ പൗരത്വ രജിസ്റ്ററുമായി ബന്ധപ്പെട്ട് 2014 അധികാരത്തിലെത്തിയ ശേഷം NDA സർക്കാർ ഇതുവരെയും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇത് ചർച്ചയൊക്കെ നടത്തിയതെല്ലാം മൻമോഹൻ സിംഗിൻ്റെ കാലത്താണ്. NDA സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. മാത്രമല്ല സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ചാണ് അസമിൽ NRC നടപ്പാക്കിയത്, അതല്ലാതെ അത് നടപ്പാക്കിയിട്ടില്ല എന്ന് തുടങ്ങിയ വാദമുഖങ്ങളും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് നേരത്തെ അമിത്ഷാ, അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതുപോലെ NRC നടപ്പാക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞതിന് നേരെ കടകവിരുദ്ധമായ ഒരു പ്രതികരണമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രദീപ്, ഇപ്പോൾ ഇന്ന് പ്രധാനമന്ത്രി 1.25 മണിക്കൂർ നേരം സംസാരിച്ചപ്പോൾ പല വിഷയങ്ങൾ അദ്ദേഹം സ്പർശിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പോയത്. അതിൽ പാകിസ്ഥാനെക്കുറിച്ച്, അഫ്ഗാനിസ്ഥാനെക്കുറിച്ച്, മഹാത്മാഗാന്ധിയെക്കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും അതുപോലെ തരുൺ ഗൊഗോയ്, സീതാറാം യെച്ചൂരി തുടങ്ങിയവരൊക്കെ മുൻപ് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില പരാമർശങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിപക്ഷം ഇപ്പോൾ അവരുടെ അന്നത്തെ പ്രസ്താവനകളിൽ നിന്നൊക്കെ പിന്നാക്കം പോയിരിക്കുകയാണ് എന്ന തരത്തിലേക്കൊക്കെ അദ്ദേഹം വാദമുഖങ്ങൾ നിരത്തിയില്ലേ? അനുജ, അങ്ങനെ തന്നെയാണ്. അതായത് പ്രതിപക്ഷ നേതാക്കളെ കൃത്യമായി അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇന്ന് വിമർശിച്ചത്. പ്രത്യേകിച്ചും മമതാ ബാനർജിയെ വലിയ തോതിൽ പരിഹസിക്കുകയാണ് ചെയ്തത്. മമതാ ബാനർജിയെ പരിഹസിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്തത്. കാരണം നേരത്തെ ഈ വിഷയങ്ങൾ, അതായത് ഈ അഭയാർത്ഥി വിഷയത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന നിലപാടിന് വിരുദ്ധമായി ഇപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് മമതാ ബാനർജി കളിക്കുന്നത്. അതുപോലെ മൻമോഹൻ സിംഗും സീതാറാം യെച്ചൂരിയും എല്ലാം തന്നെ കളിക്കുന്നത് ഇപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമാണ് നടക്കുന്നത്. അതിന് അങ്ങനെ തന്നെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ എവിടെയെങ്കിലും ഒരു മുസ്ലിമെങ്കിലും, ഇന്ത്യൻ മുസ്ലിമുകളോട് എവിടെയെങ്കിലും ഒരു വിവേചനം നടത്തിയതായി നിങ്ങൾ കാണിച്ചു തരൂ എന്ന് വെല്ലുവിളിക്കുകയും കൂടി ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രദീപ്, അതേസമയം വളരെ കാതലായ സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന സംശയങ്ങളുണ്ട്. ഈ വികാരഭരിതമായ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലുടനീളം, പക്ഷേ ആ സംശയങ്ങൾക്കുള്ള മറുപടി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പൗരത്വത്തിൻ്റെ മാനദണ്ഡം എന്നത് മതമാക്കിക്കൊണ്ടുള്ള ഒരു നിർണായകമായ തീരുമാനമുണ്ടാകുന്നു എന്നതും, അതോടൊപ്പം NRCയെക്കുറിച്ചും അദ്ദേഹം വേണ്ടത്ര സംസാരിക്കുന്നില്ല എന്നത് ശ്രദ്ധേയമല്ലേ? NRCക്ക് ഒരു ഊന്നൽ കൊടുത്തില്ല എന്ന ഒരു തോന്നൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടപ്പോഴുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? പക്ഷേ NRC സംബന്ധിച്ച് പ്രധാനമന്ത്രി കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നില്ല. എന്നാൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധേയമാണ്. NDA സർക്കാർ, അത് 2014 NDA സർക്കാർ വന്ന ശേഷം NRCയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇത് നേരത്തെ ഉണ്ടായിരുന്നു, അതായത് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഉണ്ടായ ഒരു ആശയമാണ്. പിന്നീട് അത് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അത് നടപ്പാക്കിയത്. അതല്ലാതെ ഇത് നടപ്പാക്കാൻ NDA സർക്കാരിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ അത് ഈ പറഞ്ഞതുപോലെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമിത്ഷായുടെ ഒരു നേരത്തെ ഉണ്ടായ ഒരു പ്രതികരണത്തിന് നേരെ വിരുദ്ധമായ ഒരു പ്രതികരണമാണ് എന്തായാലും ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. മാത്രമല്ല പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, അതായത് മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെ ഇപ്പോൾ ഈ അഹമ്മദിയ വിഭാഗം, പ്രത്യേകിച്ച് ഈ അഹമ്മദിയ വിഭാഗം അടക്കമുള്ള അവർക്ക് മറ്റ് രാഷ്ട്രങ്ങൾ, ഈ പാകിസ്ഥാൻ അടക്കമുള്ള അവിടെ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പീഡനങ്ങൾ എന്നിവയെല്ലാം തന്നെ NDA ഘടകകക്ഷിയായ ശിരോമണി അകാലിദൾ തന്നെ നേരിട്ട് ചൂണ്ടിക്കാട്ടുകയും അവരുടെ നേതാക്കൾ തന്നെ വളരെ കൃത്യമായി മുസ്ലിങ്ങളെയും കൂടി ഈ പട്ടികയിൽ, അല്ലെങ്കിൽ ഈ ഒരു അങ്ങനെ ഈ NDAക്കുള്ളിലുള്ള വിവിധ പാർട്ടികൾ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇതിൽ എതിർപ്പുമായി രംഗത്തെത്തിയ സാഹചര്യത്തിൽ എന്തായാലും അങ്ങനെ ഒരു എതിർപ്പും പ്രക്ഷോഭവും ശക്തമായി തുടരുമ്പോൾ വിട്ടുവീഴ്ച ഏതെങ്കിലും തരത്തിൽ ചെയ്യേണ്ടി വരുമെന്ന തോന്നൽ കൊണ്ട് NRC എന്ന വാദത്തിൽ നിന്ന്, അല്ലെങ്കിൽ NRC നടപ്പാക്കാനുള്ള ഉറച്ച തീരുമാനത്തിൽ നിന്ന് പയ്യെ പിന്നോട്ട് പോകാനുള്ള ഒരു സൂചന ലഭ്യമാകുന്നുണ്ട് എന്ന് വിലയിരുത്താം, അല്ലേ? അതായത് NRC രാജ്യത്ത് മുഴുവൻ നടപ്പാക്കില്ല എന്ന തരത്തിലേക്കൊരു പരാമർശം അദ്ദേഹം അതിനിടയിൽ നടത്തിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. NRCയുടെ കാര്യത്തിൽ ഒരു തണുപ്പൻ പ്രതികരണമാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം തന്നെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഈ ഒരു മണിക്കൂർ 20 മിനിറ്റ് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടും NRCയുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ ഈ പൗരത്വ നിയമ ഭേദഗതിയിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ട് പോകില്ല, ഒരു ചുവട് പോലും പിന്നോട്ട് പോകില്ല എന്ന് വളരെ കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർഷൻ.
പ്രദീപാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ഈ പറഞ്ഞ ആഭ്യന്തരമായി തന്നെ NDAയ്ക്കുള്ളിൽ ഇതിൽ എതിർപ്പ് രൂപം കൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും വലിയൊരു എതിർപ്പ്, ഒരു പ്രക്ഷോഭം ഒന്നും ഒരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കഴിഞ്ഞ 6 വർഷക്കാലമായി ഇതുപോലെ ഒരു എതിർപ്പ് ഉണ്ടായിട്ടില്ല. കക്ഷികൾ പോലും ഇപ്പോൾ പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ്. അതെ അതെ, ഈ പ്രക്ഷോഭത്തിന്റെ സാഹചര്യത്തിൽ അവർ പിന്നാക്കം പോകുന്നുണ്ട്. മാത്രമല്ല ഈ വസ്തുതാപരമായ പിശകുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച അഹമ്മദികളുടെ കാര്യം, അതുപോലെ തന്നെ ഇപ്പോൾ ഭൂട്ടാനിലെ ഹിന്ദുക്കളുടെ കാര്യം, അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ അത്തരത്തിലൊരു തീരുമാനം, അല്ലെങ്കിൽ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ഒക്കെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള മറ്റ് ഇതര രാജ്യങ്ങളിലെ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിന് കൃത്യമായ മറുപടി എന്തായാലും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരുടെ കൊല്ലപ്പെടുന്ന കാര്യമൊക്കെ അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഈ കലാപങ്ങളിൽ, ഈ അക്രമങ്ങളിൽ ഒരു പോലീസുകാരൻ പോലും കൊല്ലപ്പെട്ടതായി നമ്മളാരും കേട്ടില്ല. പക്ഷെ പോലീസുകാരന്മാർ കൊല്ലപ്പെടുന്നത് നല്ലതല്ല, അവരെ ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊക്കെ ഇദ്ദേഹം പറയുന്നത്. അത് എന്തായാലും ഇത് രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തീർക്കുക എന്നതുകൂടിയാണല്ലോ ലക്ഷ്യം. ഇന്നെന്തായാലും മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് റാലി എന്ന മട്ടിൽ തന്നെയാണ് അത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഡൽഹിയിൽ. അപ്പോൾ സ്വാഭാവികമായും ആ വൈകാരികമായി തന്നെ കാര്യങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ കരുതാനാവൂ, പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി. അല്ലാതെ മാത്രമല്ല അദ്ദേഹം ഈ ഒരു അധികാരത്തിന്റെ ഹുങ്ക് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇതിനു മുൻപ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷം നേടിക്കൊണ്ടാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നത്, അത് മറക്കരുത് എന്ന് അദ്ദേഹം ഇടയ്ക്ക് പറയുന്നുണ്ട്. പാർലമെന്റിനെ ബഹുമാനിക്കണം ഈ ബില്ല് പാസ്സാക്കിയതിന് എന്നൊക്കെ പറയുന്നുണ്ട്. തീർച്ചയായും എന്തായാലും അത് പ്രതിരോധമാണല്ലോ, അതായത് രാഷ്ട്രീയമായ ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമം ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇനി പ്രക്ഷോഭത്തിന്റെ സ്വഭാവം മാറുക എന്നതും. രാംലീല മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവനകൾക്ക് മറുപടിയുമായി പിണറായി വിജയൻ. ജാതിയും മതവുമല്ല പദ്ധതികൾ നടപ്പാക്കുന്നതിന്റെ മാനദണ്ഡമെന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പ്രവൃത്തിയിലൂടെ തെളിയിക്കണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യൻ പൗരത്വം നിർണ്ണയിക്കുമ്പോൾ ഒരു മതം എങ്ങനെ അയോഗ്യമാകുന്നു എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് പ്രധാനമന്ത്രി മറുപടി പറയണം. വസ്തുനിഷ്ഠമായ മറുപടികൾക്ക് പകരം വികാരപ്രകടനം കൊണ്ട് നേരിടാമെന്നത് ആശാസ്യമായ രീതിയല്ല. ഇന്ത്യൻ ഭരണഘടനയെയും അതിന്റെ അടിസ്ഥാന തത്വങ്ങളെയും സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധത രാജ്യത്തെ ഭൂരിപക്ഷം ജനങ്ങളും നെഞ്ചേറ്റുകയാണ്. ആ വികാരത്തെ കുറച്ചു കാണരുത്, അതിനെ തെറ്റായി ചിത്രീകരിക്കുകയും മരുതെന്നും പിണറായി വിജയൻ പറഞ്ഞു. നോട്ട് നിരോധന കാലത്ത് 50 ദിവസം തരുമെന്ന് പ്രസംഗിച്ച പ്രധാനമന്ത്രി പിന്നീട് അക്കാര്യം മിണ്ടിയിട്ടില്ല. അന്നത്തെ അതേ വികാര പ്രകടനമാണ് ഇപ്പോഴും കാണുന്നത്. കള്ളനോട്ട്, കള്ളപ്പണം, ഭീകരത എന്നായിരുന്നു നോട്ട് നിരോധനത്തെ ന്യായീകരിക്കാൻ നിരത്തിയ പ്രതീകങ്ങൾ. അവയുടെ ഇന്നത്തെ അവസ്ഥ എന്തായി എന്നുകൂടി പ്രധാനമന്ത്രിയിൽ നിന്ന് കേൾക്കാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇതിലെ ഹർഷൻ, ഈ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ മുഖ്യമന്ത്രിമാർക്ക് ഈ നിയമം നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത്, പക്ഷെ അതിന് പിണറായി വിജയൻ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല. അതായത് ഈ നേരത്തെ കൃത്യമായ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ വസ്തുതകൾക്കുള്ള മറുപടി എന്താണ് എന്നതാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ചോദിച്ചിരിക്കുന്നത്. വികാര പ്രകടനത്തിനപ്പുറത്ത് ആ അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് വരണം എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റു വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല. നരേന്ദ്രമോദിയും അമിത്ഷായും രാജ്യത്തിന്റെ ഭാവി നശിപ്പിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. യുവാക്കളുടെ രോഷത്തെ അഭിമുഖീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. സമ്പദ് വ്യവസ്ഥ തകർന്നു, അതുകൊണ്ടാണ് വിദ്വേഷത്തിൽ പൊതിഞ്ഞ് അവർ രാജ്യത്തെ വിഭജിക്കുന്നത്. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന മോദിയെയും അമിത്ഷായെയും സ്നേഹം കൊണ്ട് തോൽപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. ഈ മോദി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ട്വിറ്ററിലൂടെയുള്ള. അതെ അതെ, ആ പ്രസംഗം നടക്കുന്നതിനിടയ്ക്ക് തന്നെയാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. മാത്രമല്ല രാഹുൽ ഗാന്ധി ആ പ്രക്ഷോഭകാലത്ത് ഇവിടെ ഇല്ലാതെ പോയി ആ തുടങ്ങിയ സമയത്ത് എന്നുള്ളത് ഒരു പരാതിയായി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം തിരിച്ചു വന്ന് സമരമുഖത്തേക്ക് കിടക്കുന്നു. അപ്പോഴും പരാതിയാണ്. കാരണം ഇന്നിപ്പോൾ കോൺഗ്രസ് നടത്താൻ ആലോചിച്ചിരുന്ന പ്രക്ഷോഭ പരിപാടി മാറ്റിവെച്ചു, പോലീസ് അനുമതി ഇല്ലാത്തതിനാൽ. പോലീസിന്റെ അനുമതി മേടിച്ചിട്ടല്ല പ്രക്ഷോഭം നടത്തേണ്ടത് എന്നൊക്കെയുള്ള വിമർശനം ഉയരുന്നുണ്ട്. അതിനിടെ സീതാറാം യെച്ചൂരിയും പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ജാമിയ മില്ലിയ സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പങ്കെടുക്കവെയാണ് മോദിയുടെ പ്രസംഗത്തിന് യെച്ചൂരി മറുപടി നൽകിയത്. പൗരത്വ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് എല്ലാവർക്കും അറിയാം. ആർക്കും പൗരത്വം നൽകരുത് എന്ന ആവശ്യം ഉന്നയിച്ചല്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തുന്ന പ്രക്ഷോഭം. ആർക്കും പൗരത്വം കൊടുക്കരുതെന്നല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്, അതിൽ നിന്ന് മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. ജനങ്ങളുടെ അവകാശം തുടരാനുള്ള പോരാട്ടമാണ്, അത് തുടരും. പോലീസ് നടത്തുന്ന ക്രൂരതകൾക്ക് പ്രധാനമന്ത്രി മറുപടി പറയണമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. ജാമിയ മില്ലിയ സർവകലാശാലയ്ക്ക് മുന്നിൽ ഇന്നും വിവിധ സംഘടനകളുടെ പ്രതിഷേധം നടന്നു. ദേശീയ പതാകകളുമേന്തിയാണ് ജനങ്ങൾ പ്രതിഷേധത്തിൽ അണിനിരന്നത്.
എന്തായാലും ഹർഷൻ, ഇപ്പോൾ ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ അവരുന്നയിക്കുന്ന സംശയങ്ങൾക്കൊന്നും മറുപടിയില്ല. 1.25 മണിക്കൂർ നേരം പ്രധാനമന്ത്രി സംസാരിച്ചു, പക്ഷേ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രതിഷേധ പരിപാടികളൊക്കെ തുടരുമെന്ന് കൃത്യമായ സൂചന തന്നെയാണ് അതിലൂടെ. തീർച്ചയായും അത് എന്തായാലും തുടരുക തന്നെയാണ്. പക്ഷേ എങ്കിലും വളരെ കൃത്യമായ ചില സൂചനകൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് ലഭ്യമായി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ആ NRCയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിൽ പിന്നോട്ട് പോക്കിന് പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതെ അതെ. നേരത്തെ പറഞ്ഞതുപോലെ പൗരത്വ നിയമ ഭേദഗതിയിലും ദേശീയ പൗരത്വ രജിസ്റ്ററിലും NDAയിൽ ഭിന്നത. ഘടകകക്ഷികളായ ശിരോമണി അകാലിദൾ, JDU, ലോക് ജൻശക്തി പാർട്ടി, അസം ഗണ പരിഷത്ത് എന്നിവർ നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തി. നിയമത്തിന്റെ പരിധിയിൽ മുസ്ലിങ്ങളെയും ഉൾപ്പെടുത്തണമെന്ന് ശിരോമണി അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ ആവശ്യപ്പെട്ടു. റിപ്പോർട്ട്. ദേശീയ പൗരത്വ രജിസ്റ്റർ വിഷയത്തിൽ കടുത്ത ആശയക്കുഴപ്പം നിലനിൽക്കുന്നുവെന്നും അടിയന്തരമായി NDA യോഗം വിളിക്കണമെന്നുമാണ് JDU ദേശീയ ഉപാധ്യക്ഷൻ KC ത്യാഗി ആവശ്യപ്പെട്ടത്. NRC ബീഹാറിൽ നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി നിതീഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. NRC और CAA को लेकर कन्फ्यूजन है. जनता दल के घटक NDA के घटक दलों की बैठक बुलाई जाए, ये स्वागत योग्य. പൗരത്വ നിയമ ഭേദഗതിയിൽ മുസ്ലിങ്ങളെയും കൂടി ഉൾപ്പെടുത്തണമെന്ന് ശിരോമണി അകാലിദൾ അധ്യക്ഷൻ സുഖ്ബീർ സിംഗ് ബാദൽ ആവശ്യപ്പെട്ടു. പാകിസ്ഥാനിലെ അഹമ്മദി വിഭാഗമടക്കം മുസ്ലിങ്ങളെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തുന്നില്ല? അവരും മതത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്നുണ്ടെന്ന് സുഖ്ബീർ സിംഗ് ബാദൽ പറഞ്ഞു. പ്രതിഷേധിക്കുന്നവരുടെ ആശങ്ക പരിഹരിക്കണമെന്ന് LJP നേതാവ് ചിരാഗ് പാസ്വാനും ആവശ്യപ്പെട്ടു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അസം ഗണ പരിഷത്ത്. ലോക്സഭയിൽ നിയമ ഭേദഗതിക്കെതിരെ അനുകൂല നിലപാട് സ്വീകരിച്ചെങ്കിലും പ്രതിഷേധം ശക്തമായതോടെയാണ് ഘടകകക്ഷികൾ മുൻ നിലപാടിൽ നിന്നും മാറിയത്. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉത്തർപ്രദേശിൽ നടന്ന പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 18ആയി. റാംപൂരിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിൽ പ്രതിഷേധക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ നടപടി തുടങ്ങി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഉത്തർപ്രദേശിലുണ്ടായ പ്രതിഷേധങ്ങളിൽ മാത്രം മരിച്ചവരുടെ എണ്ണമാണ് 18. രാംപൂരിൽ ഇന്നലെയും ആളുകൾ കൊല്ലപ്പെട്ടു. 8 വയസ്സുകാരനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. വാരണാസിയിൽ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ പോലീസ് തുരത്തിയോടിക്കുന്നതിനിടെ തിക്കിലും തിരക്കിലും പെട്ടാണ് 8 വയസ്സുകാരൻ മരിച്ചത്. പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാമെന്ന സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാർ പ്രതിഷേധക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടി ആരംഭിച്ചത്. മുസഫർ നഗറിൽ 50 കടകൾ ജില്ലാ ഭരണകൂടം സീൽ ചെയ്തു. സമാനമായ നടപടികളിലേക്ക് മറ്റ് ജില്ലാ ഭരണകൂടങ്ങളും നീങ്ങിയിട്ടുണ്ട്. കടകളുടെ പരിസരങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് സൗകര്യമൊരുക്കിയെന്ന് ആരോപിച്ചാണ് പോലീസ് നടപടി. അലിഗഡിൽ 7 ദിവസത്തിന് ശേഷം ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചു. അതേസമയം ലക്നൌവിലേക്ക് ഇന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നടത്താനിരുന്ന മാർച്ചിന് പോലീസ് അനുമതി നിഷേധിച്ചു. 24 ഡൽഹി. ഹർഷൻ, പ്രിയങ്ക ഗാന്ധി നമുക്കറിയാം ഈ സമരത്തിൽ തുടക്കം മുതൽ തന്നെ വിദ്യാർത്ഥികളുടെ സമരം ഉണ്ടായപ്പോഴൊക്കെ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ക്യാമ്പസ് തെരുവിലൊക്കെ വരികയും എപ്പോഴും അതിന് പ്രതികരണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന AICC ജനറൽ സെക്രട്ടറി കൂടിയാണ് പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഇന്നിപ്പോൾ ഉത്തർപ്രദേശിൽ വെടിവെപ്പിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാൻ പോയിരുന്നു. അതിനുശേഷം അവർ പറഞ്ഞത് ഭാരതീയനാണ് എന്നതിന്റെ തെളിവ് ചോദിക്കാൻ ആർക്കും അധികാരമില്ല എന്നാണ്. അത് കാണാം. भारतीयता का जो सबूत है उसको मांगने की इजाजत नहीं है किसी को. मैं मोदी മംഗലാപുരത്താണ് കഴിഞ്ഞ 2 ദിവസമായി വലിയ സംഘർഷം ഉണ്ടായിരുന്നത്, കർഫ്യൂ ഉണ്ടായിരുന്നത്. ആ സാഹചര്യമൊക്കെ ഏതാണ്ട് അതുപോലെ തന്നെ വലിയ പ്രക്ഷോഭങ്ങളൊന്നും നടക്കുന്നില്ലെങ്കിലും അവിടുത്തെ നിയന്ത്രണങ്ങളൊക്കെ ഏതാണ്ട് ആ മട്ടിൽ തന്നെ തുടരുകയാണ്. കർഫ്യൂവിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. 3 മണി മുതൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ പുതിയ സാഹചര്യം എന്താണെന്ന് കൂടി പരിശോധിക്കാം. മംഗലാപുരത്ത് പൗരത്വ നിയമ ഭേദഗതി പ്രതിഷേധത്തിനിടെ വെടിയേറ്റു മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. വെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകുമെന്ന് മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ പ്രഖ്യാപിച്ചു. അതേസമയം മംഗലാപുരത്ത് ഇന്ന് വൈകിട്ട് 6 മണി വരെ കർഫ്യൂവിൽ ഇളവ് നൽകിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യത്ത് നടന്ന ശക്തമായ പ്രതിഷേധങ്ങളിലൊന്നായിരുന്നു മംഗലാപുരത്തേത്. പ്രതിഷേധക്കാർക്കു നേരെ പോലീസ് വെടിയുതിർത്തു. ജലീൽ കുദ്രോളി, നൌഷീൻ എന്നിവർക്കാണ് ഡിസംബർ 19 പോലീസ് നടത്തിയ വെടിവെപ്പിൽ ജീവൻ നഷ്ടമായത്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ധനസഹായം നൽകുമെന്ന് കഴിഞ്ഞ ദിവസം മംഗളൂരുവിലെത്തിയ മുഖ്യമന്ത്രി BS യെദ്യൂരപ്പ ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം മംഗളൂരു പോലീസ് കമ്മീഷണറേറ്റ് പരിധിയിൽ പ്രഖ്യാപിച്ച കർഫ്യൂവിൽ ഇന്നും ഇളവ് നൽകിയിട്ടുണ്ട്. വൈകിട്ട് 6 മണി വരെയാണ് ഇളവ്. ശേഷം അർദ്ധരാത്രി വരെ കർഫ്യൂ നിലനിൽക്കും. തിങ്കളാഴ്ച മുതൽ വീണ്ടും മംഗളൂരുവിൽ നിരോധനാജ്ഞ നിലവിൽ വരും. കർഫ്യൂവിൽ ഇളവ് നൽകിയതോടെ നിരത്തുകളിൽ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. ആനന്ദ് കുട്ടില, 24 മംഗളൂരു.
പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പോണ്ടിച്ചേരി സെൻട്രൽ സർവകലാശാലയിൽ നാളെ രാഷ്ട്രപതി പങ്കെടുക്കുന്ന ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിക്കാൻ വിദ്യാർത്ഥികളുടെ തീരുമാനം. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് മദ്രാസ് IIT ഡീൻ താക്കീത് നൽകി. അതേസമയം കാൺപൂർ IITയിൽ അച്ചടക്ക സമിതി രൂപീകരിച്ചു. രാജ്യത്തെ സർവകലാശാലകളിലും IITകളിലും പ്രതിഷേധം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ക്യാമ്പസിന് പുറത്ത് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുന്നുണ്ടെന്നും മദ്രാസ് IIT ഡീൻ അറിയിച്ചു. ഇമെയിൽ മുഖേനയാണ് താക്കീത് നൽകിയത്. IITയിൽ പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും വിലക്കി. ചർച്ച മാത്രമേ പാടുള്ളൂവെന്നും ഡീൻ നിർദ്ദേശിച്ചു. പ്രകടനം IIT പാരമ്പര്യമല്ലെന്നാണ് മദ്രാസ് IITയുടെ വിശദീകരണം. നടപടി മൗലിക അവകാശങ്ങളുടെ ലംഘനമാണെന്നും പ്രതിഷേധം തുടരുമെന്നും വിദ്യാർത്ഥികൾ പ്രതികരിച്ചു. അതേസമയം പോണ്ടിച്ചേരി സെൻട്രൽ സർവകലാശാലയിൽ നാളെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പങ്കെടുക്കുന്ന ബിരുദദാന ചടങ്ങ് വിദ്യാർത്ഥികൾ ബഹിഷ്കരിക്കും. ഗോൾഡ് മെഡലും വിദ്യാർത്ഥികൾ സ്വീകരിക്കില്ല. ബിരുദദാന ചടങ്ങ് ബഹിഷ്കരിക്കാൻ സ്റ്റുഡൻസ് കൌൺസിലാണ് ആഹ്വാനം ചെയ്തത്. 24 ഡൽഹി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിന്നും പ്രതിഷേധം തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പൗരത്വ നിയമവും ദേശീയ പൗരത്വ രജിസ്റ്ററും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ മലപ്പുറത്ത് ദേശീയപാത ഉപരോധിച്ചു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ സംസ്ഥാനത്ത് അവധി ദിനമായ ഇന്നും പ്രതിഷേധങ്ങൾ തുടർന്നു. പൗരത്വ നിയമത്തിനെതിരെയും അതിൽ പ്രതിഷേധിച്ചവരെ വെടിവെച്ച് കൊലപ്പെടുത്തിയതിലും പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. CRPF DIG ഓഫീസിലേക്ക് മാർച്ചായെത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. ബാരിക്കേഡുകളോ മറ്റു സംവിധാനങ്ങളോ സ്ഥാപിക്കാതെ വാഹനം റോഡിന് കുറുകെയിട്ടാണ് പോലീസ് പ്രവർത്തകരെ തടഞ്ഞത്. രൂക്ഷമായി മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന 1 മണിക്കൂറോളം പ്രതിഷേധം തുടർന്നു. KPCC ഭാരവാഹിയായ KM ലത്തീഫ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മതത്തിന്റെ പേരിൽ ഇന്ത്യ രാജ്യത്തെ വെട്ടിമുറിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ഫാസിസം നടത്തി മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും എതിരെയാണ് ഈ സമരം. പൗരത്വ നിയമ ഭേദഗതിയും ദേശീയ പൗരത്വ രജിസ്റ്ററും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ മലപ്പുറത്ത് കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചു. പ്രതിഷേധം നീണ്ടതോടെ വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടാണ് പോലീസ് ഗതാഗതം ക്രമീകരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഹർഷനി, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് കോൺഗ്രസിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഭിന്നത. KPCC അധ്യക്ഷന്റെ നിലപാടിനോട് യോജിക്കുന്നവർ ഒരു ഭാഗത്ത്, യോജിക്കാത്തവർ മറ്റൊരു ഭാഗത്ത്. ഇനിയിപ്പോൾ VD സതീശൻ ആഞ്ഞടിച്ച് രംഗത്ത് വന്നു. KPCC അധ്യക്ഷനെതിരെ മുല്ലപ്പള്ളിയും മുരളിയും മാത്രമേ ആ ഭാഗത്തുള്ളൂ. ബെന്നി ബെഹനാനും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ബെന്നി ബെഹനാനും. പക്ഷേ ബെന്നി ബെഹനാനും മുരളിക്കും പോലും അത്ര കടുത്ത നിലപാടല്ല. അതാ ഈ ഒരു സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നു എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ മുല്ലപ്പള്ളി ആണ് അതിശക്തമായി രൂക്ഷമായി എതിർത്തുകൊണ്ട് നിൽക്കുന്നത്. അതിനെതിരെ ആണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ശക്തമായ ശബ്ദങ്ങൾ അതിനെതിരെ ഉയർന്നിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സംയുക്ത സമരത്തിനെതിരെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിലപാടിനെ തുറന്നെതിർത്തു VD സതീശൻ MLA. ഡൽഹിയിൽ സോണിയാഗാന്ധിക്കും യെച്ചൂരിക്കും ഒരുമിച്ച് ഇരിക്കാമെങ്കിൽ കേരളത്തിലെ നേതാക്കൾക്കും അങ്ങനെയാകാമെന്ന് VD സതീശൻ പറഞ്ഞു. കേരളം ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ്. അത് ആവശ്യം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് മനസ്സിലാകാത്ത ആളുകൾക്ക് അവര് കാര്യങ്ങൾ പഠിക്കട്ടെ. അവിടെ ഡൽഹിയിൽ സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും ഒരുമിച്ച് പോയി ഇന്ത്യൻ പ്രസിഡന്റിനെ കണ്ട് പരാതി പറയാമെങ്കിൽ തിരുവനന്തപുരത്ത് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒരുമിച്ചിരുന്നാൽ ഒരു ചുക്ക് സംഭവിക്കും. അത് ഒരുമിച്ചിരിക്കും, ആവശ്യമുള്ളപ്പോൾ ഒരുമിച്ചിരിക്കും. അത് ഈ നാടിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, ഈ നാടിലെ ജനതയ്ക്ക് വേണ്ടിയിരിക്കും. ഈ ഗവൺമെന്റിനെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം നിയമസഭയ്ക്കകത്തും പുറത്തും. അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഒരുമിച്ച് നിൽക്കേണ്ടി വന്നാൽ ഒരുമിച്ച് നിൽക്കും. ആ സന്ദേശമാണ് കേരളത്തിന് പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ സന്ദേശം ഇനിയും പോകും എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു.
അനുജ, ഇതിനൊരു രഹസ്യമുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിനകത്തൊരു ഒരു 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 ഇന്നിപ്പോൾ വി ഡി സതീശൻ ഈ നിലപാട് സ്വീകരിക്കുന്നതിൽ വി ഡി സതീശൻ മാത്രമല്ല, ഇപ്പോൾ ലീഗ് നേതാക്കളൊക്കെ ശക്തമായി ഈ നിലപാട് സ്വീകരിക്കുന്നതിന് പിന്നിൽ ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അത് സമസ്തയുടെ നിലപാടാണ്. ഈ സമസ്ത ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം സുപ്രഭാതം മുഖപ്രസംഗം അടക്കം എഴുതിയിരുന്നു, പിണറായി വിജയന് പിന്നിൽ അണിനിരക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന നിലപാടോടെ. അപ്പോൾ അത് ഒരു പ്രശ്നമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. കാരണം യു ഡി എഫിൻ്റെ ഒരു ഉറച്ച വോട്ട് ബാങ്കാണ് ഈ സമസ്ത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അവർ കണക്കാക്കുന്നത്. കുറേ കാലങ്ങളായി അവരാണ് ഈ നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ മുല്ലപ്പള്ളിയുടെ നിലപാടുമായിട്ടിരുന്നു കഴിഞ്ഞാൽ അത് ആത്യന്തികമായി പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് തിരിച്ചറിയുന്ന നേതാക്കളാണ് കൃത്യമായി കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നത്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് ഈ യു ഡി എഫിന്റെ ഒരു മുസ്ലിം ലീഗിന്റെ ഇടപെടലിനെ തുടർന്നാണ് യു ഡി എഫിൽ ചില ഘടകകക്ഷികൾക്ക് അതൃപ്തി അറിയിച്ചിരുന്നു. അവരൊക്കെ പിന്മാറിയപ്പോൾ ഒരു പ്രതികരണവുമില്ല. തീർച്ചയായും സങ്കുചിത നിലപാടാണ് മുല്ലപ്പള്ളിയുടേതെന്ന് ആരോപിച്ച് CPIM രംഗത്തെത്തി. അടുത്ത മാസം 26-ന് നടക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ UDFന്റെ സഹകരണവും പ്രതീക്ഷിക്കുന്നതായി ഇടതുമുന്നണി കൺവീനർ A. വിജയരാഘവൻ പറഞ്ഞു. തനേഷ് തമ്പി കൂടുതൽ വിശദാംശങ്ങളുമായി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. തനേഷ്, ഇക്കാര്യത്തിൽ കോൺഗ്രസിന് UDFനുള്ളിൽ ആഭ്യന്തര പ്രശ്നമുണ്ട്. മാത്രമല്ല LDFിൽ CPM നേരിട്ട് മറ്റാരെയും വിമർശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെയും മറ്റ് കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ നിലപാട് സ്വാഗതാർഹമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമാണ് സങ്കുചിതമായി നിലപാട് സ്വീകരിക്കുന്നതെന്ന്. എന്താണ് വിശദാംശം? തീർച്ചയായും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നിലപാടിനെതിരെ കോൺഗ്രസിലെ ഒരു മഹാഭൂരിപക്ഷം രംഗത്ത് വരുന്നതിന്റെ സൂചനയായി തന്നെ ഇതിനെ കാണണം. നേരത്തെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും വേദി പങ്കിട്ടതിനെ പരസ്യമായി തുറന്നെതിർത്തുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടുത്ത് വന്നിരുന്നു. ന്യൂനപക്ഷങ്ങളോടുള്ള അല്ലെങ്കിൽ CPIMന്റെ ന്യൂനപക്ഷ പ്രേമം കാപട്യമാണ് എന്നും എല്ലാ കാലത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടാണ് CPM സ്വീകരിച്ചിട്ടുള്ളതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വേദി പങ്കിടലിനെതിരെ അദ്ദേഹം തുറന്ന് എതിർപ്പുമായി രംഗത്ത് വന്നത്. അത് തെറ്റായി പോയി എന്ന് തന്നെയാണ് അദ്ദേഹം പരസ്യമായി പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും ഇന്ന് വി ഡി സതീശന്റെ വാക്കുകളിലൂടെ വളരെ കൃത്യമായി തന്നെ അതിന്റെ ഒരു രാഷ്ട്രീയം പറഞ്ഞു വെക്കുന്നു. അതായത് ഡൽഹിയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു പൊതു പ്രശ്നമാണ്, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു പൊതു പ്രശ്നത്തിൽ സീതാറാം യെച്ചൂരിക്കും സോണിയാഗാന്ധിക്കും ഒരുമിച്ച് പരാതി നൽകാൻ പോകാമെങ്കിൽ എന്തുകൊണ്ട് പിണറായി വിജയനും രമേശ് ചെന്നിത്തലയ്ക്കും വേദി പങ്കിട്ടുകൂടാ എന്നുള്ള ഒരു ചോദ്യമാണ് വി ഡി സതീശൻ ചോദിക്കുന്നത്. ഇനിയും അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുകയും ഒന്നിച്ച് വേദി പങ്കിടുകയും ഒക്കെ ചെയ്യും എന്നും അദ്ദേഹം ആവർത്തിക്കുന്നു. ഇത് കൃത്യമായി മുല്ലപ്പള്ളി രാമചന്ദ്രനുള്ള ഒരു താക്കീത് എന്ന വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു. നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്തയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ, ലീഗിന്റെ അടക്കമുള്ള പ്രതികരണങ്ങളെല്ലാം ഈ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാണ്. പ്രത്യേകിച്ചും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് BJPയും അല്ലെങ്കിൽ NDAയും ഒരു വശത്ത് നിലയുറപ്പിക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഈ നിയമ ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ ഭിന്നിച്ചു നിൽക്കുകയല്ല, ഒന്നിച്ചു നിന്ന് ശക്തി തെളിയിക്കുകയാണ് വേണ്ടത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ളൊരു നിലപാട് വി ഡി സതീശൻ സ്വീകരിച്ചതെന്ന് പറയാം. നാളെ K. കരുണാകരന്റെ അനുസ്മരണ യോഗമാണ്. സ്വാഭാവികമായും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. രമേശ് ചെന്നിത്തല ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അതോടൊപ്പം തന്നെ K. മുരളീധരനും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്വാഭാവികമായും K. മുരളീധരന് തന്റെ നിലപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും ഇതിനകത്ത് അറിയേണ്ട ഒരു വസ്തുതയാണ്. അതോടൊപ്പം തന്നെ CPIM വളരെ ശക്തമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് മുല്ലപ്പള്ളിയുടെ പ്രസ്താവനയെ ഒറ്റതിരിച്ച് ആക്രമിക്കുന്ന ഒരു രീതിയാണ് CPIM സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൃത്യമായി പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല എടുത്തിട്ടുള്ള നിലപാട് ശ്ലാഘനീയമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയും ലീഗും സ്വീകരിച്ചിട്ടുള്ള നിലപാടും സ്വാഗതാർഹമാണ്. പക്ഷേ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്വീകരിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിനകത്ത് CPIM ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല വിഷയം വരുമ്പോൾ ശബരിമല കർമ്മസമിതിയുടെ പേരിൽ RSSുമായി വരെ വേദി പങ്കിടാൻ തയ്യാറായ കോൺഗ്രസിന് ഈ ഒരു പൊതു പ്രശ്നത്തിൽ, കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന, പൗരന്മാരെ ആകെ ബാധിക്കുന്ന ഒരു പൊതു പ്രശ്നത്തിൽ ഒരുമിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് എന്നൊരു നിലപാടാണ് CPIM സ്വീകരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും CPIM മുല്ലപ്പള്ളിയെ ഒറ്റതിരിച്ച് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും പരസ്യമായി പ്രകടിപ്പിക്കുകയും കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ പുറത്തേക്ക് വരികയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ മുല്ലപ്പള്ളിയുടെ വാദങ്ങൾ കോൺഗ്രസിനകത്ത് കൂടുതൽ ദുർബലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ കാര്യങ്ങളിലെല്ലാം നാളെ ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരിക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമാവുക. ഏതായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന ഒരു സത്യാഗ്രഹ സമരത്തിൽ അണിചേരേണ്ട ഒരു ഗതികേട് കോൺഗ്രസിനുണ്ടായി എന്ന തരത്തിലേക്ക് ഒരു പരാതി പല കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം കോൺഗ്രസ് അവരുടേതായ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഇന്നലെ DCCകളുടെ നേതൃത്വത്തിൽ എല്ലായിടങ്ങളിലും പ്രതിഷേധമുണ്ടായിരുന്നു. ഇന്നും അത് തുടരുകയും ചെയ്തു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെതായ പ്രതിഷേധങ്ങൾ അവർ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സമരങ്ങൾ വേണ്ടി വന്നാൽ ഒരുമിച്ചിരിക്കും എന്ന തരത്തിലേക്ക് ഇന്ന് വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു. മനുഷ്യച്ചങ്ങലയിൽ ഇവർ പങ്കെടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷയെന്ന് LDF കൺവീനർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ള സംയുക്ത സമരങ്ങൾക്കൊക്കെ ഇനി സാധ്യതയുണ്ടോ?
സംയുക്ത സമരങ്ങൾക്കുള്ള സാധ്യത ഇല്ലാതാകുന്നത് മുല്ലപ്പള്ളിയുടെ നിലപാടാണ്. കാരണം അദ്ദേഹമാണ് KPCCയുടെ അധ്യക്ഷൻ. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകളെല്ലാം മുല്ലപ്പള്ളിയുടെ നിലപാടുകളുമായി ചേർന്ന് പോകും എന്നുള്ളതാണ്. പക്ഷേ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള അതൃപ്തി പാർട്ടിക്കകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് VD സതീശന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലല്ലാതെ ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് വളരെ കൃത്യമായി VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. CPIM-നെ സംബന്ധിച്ചിടത്തോളവും LDF മുൻകൈ എടുത്തുകൊണ്ടാണ് 26-ാം തീയതി അടുത്ത മാസം 26-ന് ഇത്തരത്തിലുള്ള ഒരു മനുഷ്യച്ചങ്ങല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്നത്. ആ സമരത്തിൽ ഒപ്പം ഉണ്ടാകണം കോൺഗ്രസും എന്നുള്ള ആഗ്രഹമാണ് A. വിജയരാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ പ്രതികരണത്തിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. നേരത്തെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അവരുടേതായ സമരങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ നാളെ നിയോജകമണ്ഡല അടിസ്ഥാനത്തിൽ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കുന്നുണ്ട്. തിരുവനന്തപുരത്താണ് എന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നത്. അത്തരത്തിലുള്ള സമരപരിപാടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. CPIM-ന്റെ ഭാഗത്തു നിന്നും മറ്റ് പോഷക സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലും യോജിച്ച ഒരു ഇടം കണ്ടെത്താനാകുമോ എന്നുള്ള ചോദ്യമാണ് CPIM-ഉം അതുപോലെ തന്നെ കോൺഗ്രസിലെ ഒരു വിഭാഗവും ചോദിക്കുന്നത്. ഇതിനുള്ള പ്രതികരണം നൽകേണ്ടത് അല്ലെങ്കിൽ ഇതിനോട് എങ്ങനെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഏതായാലും ഈ ഒരു പൊതു അഭിപ്രായത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമസ്തയുടെയും ലീഗിന്റെയും എല്ലാം ഉള്ള ഒരു പൊതു അഭിപ്രായത്തെ കേരളത്തിന്റെ തന്നെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പൊതു അഭിപ്രായ രൂപീകരണത്തെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ കണ്ടിൽ നിന്ന് നടിച്ചുകൊണ്ട് മുല്ലപ്പള്ളിക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇനി ഉയർന്ന ചോദ്യം. നേരത്തെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം VD സതീശൻ അടക്കം പറഞ്ഞിരുന്നത് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഘട്ടങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മുല്ലപ്പള്ളിയുടെ പ്രതികരണം വന്നിട്ടില്ല. കാരണം ഉമ്മൻചാണ്ടി ഇങ്ങനെ ഒരു സംയുക്ത പ്രതിഷേധത്തിൽ തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. രമേശ് ചെന്നിത്തല പിന്നീട് ആവർത്തിക്കുകയും ചെയ്തു. അതിനുശേഷം ഇന്നിപ്പോൾ VD സതീശൻ രാവിലെയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്. മുല്ലപ്പള്ളി വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹത്തിന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഈ വിമർശനങ്ങളെല്ലാം ഉയർന്നതിന് ശേഷവും മുല്ലപ്പള്ളി അദ്ദേഹത്തിന്റെ നിലപാട് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസവും കമന്റ് ചെയ്തിരുന്നു. മറ്റ് വാർത്തകളിലേക്ക്. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും നൽകിയ വാക്കാണ് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ സർക്കാർ പാലിച്ചതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണറുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. കേരള ഗവർണർ കേന്ദ്രത്തിന്റെ PROയെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന് VM സുധീരൻ പ്രതികരിച്ചു. ഗവർണറുടെ പ്രതികരണത്തിൽ വിയോജിപ്പറിയിച്ച് ഇടത് നേതാക്കളും രംഗത്തെത്തി. പാകിസ്ഥാനിൽ ദയനീയ ജീവിതം നയിക്കുന്നവർക്ക് ഗാന്ധിയും നെഹ്റുവും കോൺഗ്രസും നൽകിയ വാക്കാണ് പാലിക്കപ്പെട്ടിരിക്കുന്നതെന്നായിരുന്നു പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ചുള്ള ഗവർണറുടെ പ്രതികരണം. 1985-ലും 2003-ലും അടിസ്ഥാന രൂപമുണ്ടായതിന് സർക്കാർ നിയമപരമായ ഘടന നൽകുകയാണ് ചെയ്തതെന്നും ഗവർണർ ന്യായീകരിച്ചു. ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. മോദി അമിത്ഷാമാരുടെ ഭ്രാന്തൻ നടപടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന പൗരത്വ ഭേദഗതി നിയമത്തെ വെള്ളപൂശാൻ ഗവർണർ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്നും പൗരത്വ നിയമ ഭേദഗതിയെ ന്യായീകരിക്കുന്നതിൽ നിന്ന് ഗവർണർ പിന്തിരിയണമെന്നും VM സുധീരൻ. ഗവർണർ സ്ഥാനം പോലെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഉന്നത വ്യക്തികൾ ഒരു കാരണവശാലും താങ്കൾ വഹിക്കുന്ന സ്ഥാനം ദുരുപയോഗപ്പെടുത്തരുത്. ഈ തരത്തിലുള്ള സമീപനങ്ങളിൽ നിന്നും അവർ പിന്തിരിയണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഗവർണറുടെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ലെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ പ്രതികരിച്ചു. അല്ല, ഇതിൽ നമ്മുടെ നിലപാട് ഇപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ആർക്കും പറയാവുന്ന ഒന്നാണ്. പക്ഷേ ഗവർണറുടെ അഭിപ്രായത്തിനോട് യോജിച്ചുകൊണ്ടല്ല നമ്മുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഗവർണർമാർ പലപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളായി പെരുമാറുന്നുവെന്ന് മന്ത്രി EP ജയരാജൻ. നമ്മുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ ഗവർണർമാരെ കേന്ദ്ര ഭരണാധികാരികൾ അവരുടെ പ്രതിപുരുഷന്മാരായിട്ടാണ് സംസ്ഥാനങ്ങളിൽ നിയമിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളായിട്ടാണ് അവർ പലപ്പോഴും പെരുമാറുന്നത്. കേന്ദ്ര സർക്കാരിന് അനുകൂലമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഗവർണർക്കെതിരെ വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തുമെന്നാണ് പ്രതീക്ഷ. 24 തിരുവനന്തപുരം. കുടിയേറ്റക്കാരായ മുസ്ലിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് പോലുള്ള കാര്യങ്ങൾ ആലോചിക്കാവുന്നതാണെന്ന് കേന്ദ്രമന്ത്രി V. മുരളീധരൻ. ആരുടെയും പൗരത്വം നിഷേധിക്കുന്ന വ്യവസ്ഥ ബില്ലിലില്ല. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്യുകയാണ്. ഭരണഘടനാ പദവിയിലിരിക്കുന്നവർ അരാജകവാദികളാകുന്നു. നിയമ ഭേദഗതി നടപ്പാക്കില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് ഗ്യാലറിക്ക് വേണ്ടിയുള്ള പ്രകടനം മാത്രമാണെന്നും V. മുരളീധരൻ പറഞ്ഞു. പൗരത്വം തെളിയിക്കാനുള്ള രേഖ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ആധാർ ഉണ്ടല്ലോ. പുതിയ നിയമത്തിനനുസരിച്ച് എന്തെങ്കിലും രേഖകൾ വേണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ട് കഴിഞ്ഞാലാണല്ലോ നമ്മൾ അതിനെക്കുറിച്ച് എന്താണെന്ന് പറയേണ്ടത്. ഇപ്പോൾ അതിനെക്കുറിച്ച് പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നിലവിലെ എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണല്ലോ, ഒരു പ്രശ്നമില്ലല്ലോ. ഏതൊക്കെ നിങ്ങളെല്ലാവരും എങ്ങനെയാണ് പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്? അത് തന്നെയാണ് പൗരന്മാർ.
മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും തെരുവിലിറങ്ങി ജനങ്ങൾ പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത് കലാപത്തിനുള്ള ആഹ്വാനമാണ്. അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോ ഭരണഘടനാ പദവികൾ വഹിക്കുന്നവരോ ചെയ്യുന്ന നടപടിയല്ല. വീണ്ടും ന്യൂസ് ട്രാക്ക് 1710 സ്വാഗതം. മറ്റൊട്ടേറെ വാർത്തകളിലേക്ക് നമുക്ക് ഇപ്പോൾ ക്രിസ്മസ് കാലമാണല്ലോ. സാന്റയാണ് ഇപ്പോഴത്തെ താരം. അതെ. അപ്പോൾ ഒരു തിരുവനന്തപുരത്ത് ഒരു പ്രതിഷേധ പരിപാടി ക്രിസ്മസ് കാഴ്ചകൾ കണ്ടു. ഫോർട്ട് കൊച്ചിയിലെ ഇതിപ്പോ ഒരു ക്രിസ്മസ് കാഴ്ച എന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. കാരണം സാന്റ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് സാന്റയുടെ പ്രതിഷേധം. നിയമത്തെയും പൗരത്വ പട്ടികയും സാന്റ എതിർക്കുന്നു. ഞങ്ങളുടെ പ്രതിനിധി അലക്സ് റാം മുഹമ്മദാണ് സാന്റയ്ക്കൊപ്പം ഉള്ളത്. ആ റിപ്പോർട്ട് കാണാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തലസ്ഥാനത്ത് ഇന്നും വിവിധ തരം പ്രതിഷേധങ്ങൾ തുടർന്നു. ഏറ്റവും ഒടുവിൽ ഈ സായം സന്ധ്യയിൽ തിരുവനന്തപുരത്തെ സാംസ്കാരിക കൂട്ടായ്മയായ മാനവീയം വീഥിയിൽ അവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ ചേർന്നൊരുക്കുന്ന ഒരു വ്യത്യസ്തതയാർന്ന ഒരു പ്രതിഷേധമാണ് എൻ്റെ പിന്നിലുള്ളത്. ഏറ്റവും സർഗാത്മകമായ രീതിയിൽ അവർ പ്രതിഷേധിക്കുന്നു. ഈ ക്രിസ്മസ് കാലത്ത് സാന്റാക്ലോസിന്റെ രൂപത്തിൽ പ്രതിരോധം തീർക്കുന്നു. സാന്റ ഈ പൗരത്വ ഭേദഗതി നിയമത്തെയും പൗരത്വ പട്ടികയെയും സാന്റ എതിർക്കുന്നു, പ്രതിരോധിക്കുന്നു എന്ന തരത്തിൽ ഒരു പ്രതിരോധ കരോളാണ് അവർ തീർത്തിരിക്കുന്നത്. ഈ കരോൾ മാനവീയം വീഥി ചുറ്റി ഈ കനകക്കുന്നിൽ ഈ കരോൾ എത്തി. അവിടെ എത്തിയതിനു ശേഷം ഭരണഘടനയുടെ ആമുഖം വായിച്ചായിരിക്കും ഈ പ്രതിരോധ കരോൾ അവസാനിക്കുക. നമുക്ക് ഇതിന്റെ സംഘാടകരിൽ ഒരാളുണ്ട്. ചേട്ടാ, നമ്മൾ ഈ ഒരു പ്രതിരോധത്തിന്റെ ഉദ്ദേശം എന്താണ്? ജനവിരുദ്ധമായിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള CAA NRCക്കെതിരായിട്ടുള്ള തലസ്ഥാന നഗരത്തിൻ്റെ സാംസ്കാരിക സംഘാടകരുടെ പ്രതിഷേധമാണിത്. അടിയന്തര പ്രാധാന്യത്തോടെ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം, അത് അടിയന്തരമായി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സാന്റ റിജക്ട്സ് എന്ന ആശയം മുൻനിർത്തിക്കാനാണ് സാന്റാക്ലോസിൻ്റെ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ കയ്യിൽ സൂക്ഷിച്ചുകൊണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിൾ വ്യാപകമായി തന്നെ വിതരണം ചെയ്തുകൊണ്ട് ഇന്ന് തലസ്ഥാന നഗരത്തിൻ്റെ സാംസ്കാരിക ഇടനാഴിയായിട്ടുള്ള മാനവീയം വീഥിയിൽ ഈ വിധം പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ പരിപാടിയിലേക്ക് വരുന്ന ദിവസങ്ങളിൽ ക്രിസ്മസിനോട് മുന്നോടിയായി തന്നെ നൂറുകണക്കിന് പരിപാടികൾ കേരളത്തിൽ ഈ വിധത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. സംഘപരിവാറിൻ്റെ അതുപോലെ തന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായിട്ടുള്ള വിചാരധാര നയങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ന് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് റെസിസ്റ്റ് കരോൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈ വലിയ പരിപാടിയിൽ അണിനിരന്ന് ആഹ്ലാദത്തോടെ സർഗാത്മകത ആയുധമാക്കിക്കൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങി വരികയാണ്. വരുന്ന ദിവസങ്ങളിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നടക്കുന്ന രാജ്യമെമ്പാടും നടക്കുന്ന സമരങ്ങൾക്ക് ഈ കൂട്ടായ്മ, ഈ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റം വലിയ പ്രചോദനമാകുമെന്നുള്ള കാര്യം. എന്തായാലും വ്യത്യസ്തമായ ഒരു സമരമുറ അല്ലേ? സാന്റ ഒരു പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്ന രീതിയിലേക്ക് നമ്മൾ ആദ്യമായിട്ടായിരിക്കും തീർച്ചയായും. അത് അടുത്ത് വന്ന് നോക്കിയാലേ ഈ ഫ്ലെക്സ് എന്താണെന്ന് അല്ലെങ്കിൽ ഇത് പ്ലക്കാർഡുകൾ കണ്ടാലേ കാര്യം പിടികിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു കരോൾ കടന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നും. മറ്റ് ക്രിസ്മസ് വാർത്തകളിലേക്ക് കൂടി പോകാം. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചിയിൽ 100 കിലോയുള്ള കേക്ക് മുറിച്ചു. കൊച്ചി മേയറുടെ സാന്നിധ്യത്തിലായിരുന്നു ആഘോഷങ്ങൾ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി നൽകുന്ന റിപ്പോർട്ട്. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇവിടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. ഇന്നലെ തന്നെയാണ് കൊച്ചിൻ കാർണിവലിന് തുടക്കം കുറിച്ചുകൊണ്ട് 1001 നക്ഷത്രങ്ങൾ തെളിയിച്ചത്. ഇപ്പോൾ 100 കിലോയുടെ കേക്ക് മുറിക്കുന്ന ചടങ്ങാണ്. കൊച്ചി മേയർ സൗമിനി ജെയിൻ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. നൂറ് കിലോ തൂക്കം വരുന്ന കേക്കാണ് ഇപ്പോൾ മുറിക്കുന്നത്. ആ കേക്ക് മുറിച്ച് മേയർ നഗരവാസികൾക്കും ഒപ്പം തന്നെ വിദേശികൾക്കും എല്ലാം ഇവിടെ നിന്ന് വിതരണം ചെയ്യും. എന്തായാലും
കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിരവധി വർഷങ്ങളുടെ പാരമ്പര്യം ഈ കൊച്ചിൻ കാർണിവലിനുണ്ട്. സംസ്ഥാനത്തിൻ്റെ തന്നെ പുതുവത്സരത്തിൻ്റെയും ഒപ്പം തന്നെ ക്രിസ്മസ് ആഘോഷങ്ങളുടെയും എല്ലാം അവസാന വാക്കായി കൊച്ചി മാറുന്നു. ഇന്നലെ 1000 നക്ഷത്രങ്ങളുമായിട്ടായിരുന്നു കൊച്ചിയിൽ. ഇങ്ങനെ ക്രിസ്മസിന് ചെറിയ ഏർപ്പാടൊന്നുമില്ല. 1000 നക്ഷത്രങ്ങൾ, 100 കിലോയുള്ള കേക്ക്. അതെ, കൊച്ചിയിലെ ഈ ക്രിസ്മസ് ആഘോഷം പുതുവത്സര ദിനത്തിൽ പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതോടെയാണ് അത് സമാപനമാകുക. ഇനിയിപ്പോൾ നമ്മളുടെ 7 മണിയുടെ ന്യൂസ് ട്രാക്ക് 1710 അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനകീയ കോടതി കാണാം. ഹർഷൻ വീണ്ടും 10 മണിക്ക് ന്യൂസ് ട്രാക്ക് 1710 എത്തും അല്ലേ? നമസ്കാരം. അഭിമാനത്തിന്റെ ഒരു വർഷം.